ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2023 പുറത്തിറങ്ങിയ കർമ്മ എന്ന ഗുജറാത്തി സിനിമയെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം ഈ സിനിമയുടെ പ്ലോട്ടിനെ കുറിച്ച് പറയാം. ഒരു ഭർത്താവും ഭാര്യയും 15 വർഷമായി വളരെ സന്തോഷകരമായ ഒരു ജീവിതം നയിച്ചു വരികയാണ്. എന്നാൽ ഭർത്താവിനെ കുറിച്ചുള്ള ഒരു രഹസ്യം ഭാര്യയ്ക്ക് അറിയാൻ കഴിയുന്നു. അതായത് ഭർത്താവ് നമ്മളെ കബളിപ്പിച്ച് വേറെ ഏതോ സ്ഥലത്തേക്ക് പോകുന്നുണ്ടെന്നും അതൊക്കെ നമ്മളിൽ നിന്ന് മറച്ചു വയ്ക്കുകയാണെന്നും ഭാര്യ മനസ്സിലാക്കുന്നു. എന്തിനാണ് അദ്ദേഹം അത് മറച്ചു വയ്ക്കുന്നത് എന്നറിയാൻ ഭാര്യ അന്വേഷണം ആരംഭിക്കുന്നു. അതിനുശേഷം ഭാര്യയെ കാത്തിരിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നതാണ് ഈ സിനിമയുടെ ബാക്കി കഥ. സിനിമയുടെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ രാജേന്ദ്രൻ എന്നൊരു വ്യക്തിയാണ് നമ്മളെ കാണിക്കുന്നത്. മുംബൈയിലുള്ള ഒരു വീട്ടിൽ തനിയെ താമസിച്ചു വരികയാണ് അദ്ദേഹം. ഇദ്ദേഹത്തിനും കുടുംബം ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്റെ കുടുംബത്തെ നഷ്ടപ്പെട്ട് തനിയെ ജീവിക്കുകയാണ്. രാജേന്ദ്രന്റെ മകൾ മഞ്ജരിയുടെ ഫോട്ടോയിൽ മാലയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ഡിപ്രഷനിലാണ് അദ്ദേഹം എന്ന് കണ്ടാലേ നമുക്ക് മനസ്സിലാവും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ നായികയുടെ ഫാമിലിയാണ് കാണിക്കുന്നത്. നമ്മുടെ നായികയുടെ പേര് കാജൽ എന്നാണ്. നായികയുടെ ഭർത്താവിന്റെ പേര് രാഹുൽ. പിന്നെ ഇവർക്ക് സ്കൂളിൽ പോകുന്ന പ്രായത്തിലുള്ള ജാൻവി എന്നൊരു മകളും ഉണ്ട്. രാവിലെ തന്നെ സ്കൂളിൽ പോകാൻ റെഡിയാവുകയാണ് ജാൻവി. ഇതിനോടകം തന്നെ വൈകിപ്പോയി. ഇവർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന് പുറത്ത് ആ സ്കൂൾ വാൻ വന്ന് നിൽക്കുന്നുണ്ട്. വാൻ മിസ് ചെയ്യരുതെന്ന് പറഞ്ഞ് അവൾ വേഗത്തിൽ പോയി ബസ്സിൽ കയറുന്നു. അപ്പോഴാണ് അറിയാൻ കഴിയുന്നത് അവൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ മറന്നുപോയി എന്ന്. ഉടനെ നായികയുടെ ഭർത്താവ് മകളുടെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുകൊണ്ട് ഓടി വരികയാണ്. പക്ഷെ വാൻ അപ്പോഴേക്കും പോയിരുന്നു. എങ്കിലും ആ വാനിന് പുറകെ ഓടി വരികയാണ് അദ്ദേഹം. വാൻ നിർത്താൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുറകെ ഓടി വരുന്നത് കണ്ട് ഡ്രൈവർ വണ്ടി നിർത്തുന്നു. വല്ലാതെ കിതച്ചുകൊണ്ട് തന്റെ മകളുടെ അടുത്ത് വന്ന് ആ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നു. നീ ഇതെടുക്കാൻ മറന്നുപോയെന്നും പറയുന്നു. അപ്പോഴാണ് മകൾ പറയുന്നത്, അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മറന്ന പോലെ ബാഡ്മിന്റൺ ബാറ്റും മറന്നു വെച്ചു, സ്കൂളിൽ കൊണ്ടുവന്ന് തരണപ്പാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. ഇവർ താമസിച്ചുകൊണ്ടിരുന്ന ഈ വീട് വളരെ സ്നേഹത്തോടും കരുതലോടും നോക്കി നോക്കി പണിത വീടാണെന്ന് നായിക പറയുന്നുണ്ട്. ദിവസവും നായിക ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവരുടെ കുടുംബം എത്ര സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത് അതേ സന്തോഷം എപ്പോഴും നിലനിൽക്കണം എന്ന് മാത്രമാണ്. ബേസിക്കലി നായികയും നായികയുടെ ഭർത്താവും രണ്ടുപേരും ജോലിക്ക് പോകുന്നവരാണ്. സോ രാവിലെ രണ്ടുപേരും റെഡിയായി ഒന്നിച്ചാണ് ഓഫീസിലേക്ക് പോകുന്നത്. നായികയെ ആദ്യം ഡ്രോപ്പ് ചെയ്തിട്ട് അതിനുശേഷമാണ് ഭർത്താവ് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ നായിക ഇറങ്ങുമ്പോൾ ഭർത്താവിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ മകൾ ജാൻവി മൊബൈൽ വേണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വാശി പിടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. മകളോടുള്ള സ്നേഹം കാരണം മൊബൈൽ ഫോൺ വല്ലതും വാങ്ങിക്കൊടുത്താൽ ഞാൻ വെറുതെ ഇരിക്കില്ല. അവൾ 10ാം ക്ലാസ് പാസ്സാകുന്നത് വരെ നോ മൊബൈൽ ഫോൺസ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് നമ്മുടെ നായിക ഓഫീസിലേക്ക് പോകുന്നു. ഇനി നായികയുടെ ഭർത്താവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സ്നേഹമുള്ള, കരുതലുള്ള, വളരെ ഉത്തരവാദിത്തമുള്ള ഒരാളാണ്. ഇപ്പോൾ നായികയെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ മകളുടെ സ്കൂളിലേക്കാണ് പോകുന്നത്. ആ ബാറ്റ് കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞിരുന്നില്ലേ, അത് മറക്കാതെ ഓർമ്മിച്ചു വെച്ച് ആ ബാറ്റ് കൊണ്ടുപോയി കൊടുത്തിട്ട് അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോകുന്നത്. ഓഫീസിലും നായികയുടെ ഭർത്താവിന് യാതൊരു പ്രശ്നവുമില്ല. വളരെ സമാധാനപരമായ രീതിയിലാണ് ജോലി പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം നമ്മുടെ നായികയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുടുംബജീവിതത്തിൽ സംതൃപ്തിയും കരിയറിൽ നല്ല ടാലന്റുമായിട്ടാണ് ജീവിക്കുന്നത്. മൂന്നാമതായി ജാൻവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാൻവി പഠിപ്പിൽ ഒരു ആവറേജ് ആയ കുട്ടിയാണ്. എന്നാൽ ബാഡ്മിന്റണിൽ വളരെ ടാലന്റഡ് ആയ കുട്ടിയാണ്. അതിൽ വളരെ താല്പര്യം കാണിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ നായകനും ജാൻവിയെ ഭയങ്കരമായി എൻകറേജ് ഒക്കെ ചെയ്യാറുണ്ട്. ജാൻവിയെ നോക്കുന്നതിനായി നായികയുടെ അച്ഛനും അമ്മയും കൂടെയുണ്ട്. ഈവനിങ് ടൈമിലൊക്കെ ആ വാൻ വന്ന് നിൽക്കുന്ന സ്ഥലത്ത് അമ്മൂമ്മയാണ് പോയി കൂട്ടിക്കൊണ്ടുവരുന്നത്. ഇവിടെ തന്നെയല്ലേ അമ്മൂമ്മ വീടുള്ളത്, ഞാൻ തന്നെ വന്നോളൂല്ലോ, എന്തിനാണ് ഡെയിലി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അതിന് നായികയുടെ അമ്മ മറുപടി പറയുന്നുണ്ട്, നിന്റെ അമ്മ കുട്ടിയായിരുന്നപ്പോഴും ഞാൻ ഇതുപോലെയാണ് വെയിറ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോയിരുന്നത്. സോ അതിലൊരു പ്രത്യേക സുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആകെ മൊത്തം ഈ കുടുംബം ഒരു പൂർണ്ണമായ കുടുംബമായി തുടരുകയാണ്. ഒരു സമാധാനപരമായ ജീവിതം നയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവരുടെ കുടുംബത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നായിക ദൈവത്തോട് ഈ സമാധാനവും സന്തോഷവും എപ്പോഴും തന്റെ കുടുംബത്തിലുള്ളതുപോലെ നോക്കിക്കോണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ ഒരു സമാധാനപരമായ ജീവിതം കിട്ടിയതുകൊണ്ട് നായിക എപ്പോഴും സ്വയം ഭാഗ്യവതിയാണെന്ന് പറയും. എന്തെന്നാൽ എൻ്റെ ലൈഫ് ഒരു പെർഫെക്റ്റ് ആയ ലൈഫാണ് എന്ന് വളരെ അഭിമാനത്തോടെ പറയുന്ന ഒരാളായിരുന്നു നായിക. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ലൈഫ് ഒരു പെർഫെക്റ്റ് ലൈഫ് ആണെന്ന് നായിക വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇവരുടെ ലൈഫ് ഒരു പെർഫെക്റ്റ് ലൈഫ് അല്ല. ഇങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഇവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരു ടേൺ സംഭവിക്കുന്നു. പ്രശ്നം എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് വെച്ചാൽ നായികയുടെ ഓഫീസിൽ നായിക പതിവ് പോലെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. നായികയുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന അശ്വിൻ എന്നൊരാൾ ട്രിപ്പിനായി പുറത്തു പോയിട്ട് ഇപ്പോഴാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. നിന്റെ ഹോളിഡേസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നന്നായി എൻജോയ് ചെയ്തു, വാരാണസി പഴയതുപോലെയല്ല, ഒരുപാട് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ബൈ ദ വേ നീ വാരാണസി വന്നിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. വാരാണസിയോ? ഞാനോ? എന്റെ പ്രേതത്തെ വല്ലതും കണ്ടോ? എന്താ എന്ന് ചോദിക്കുമ്പോൾ അല്ലല്ല, നിന്റെ ഭർത്താവ് രാഹുലിനെ ഞാൻ കണ്ടു എന്ന് അദ്ദേഹം പറയാണ്. രാഹുലോ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഒരുപക്ഷെ നിങ്ങൾ കാശി വിശ്വനാഥനെ ദർശിക്കാൻ വന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ ഭർത്താവ് ഡൽഹിയിലാണുള്ളത്, അദ്ദേഹം എന്തിനു വാരാണസി പോകണം എന്ന് പറയാൻ തുടങ്ങുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്,
ഞാൻ 100% ഷുവറായിട്ടും പറയും ഞാൻ കണ്ടത് രാഹുലിനെ തന്നെയാണ്. ഞാൻ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ അദ്ദേഹം നടന്നു വരുന്നുണ്ടായിരുന്നു. എനിക്ക് കണ്ണടയൊന്നും വെക്കേണ്ട കാര്യമില്ല, എൻ്റെ കണ്ണ് വളരെ ഷാർപ്പാണ്. ഞാൻ കണ്ടത് 100% രാഹുലിനെ തന്നെയാണ്. ശരി, എനിക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ജോലിയുണ്ട്, പിന്നീട് ഇതിനെ പറ്റി സംസാരിക്കുക എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു. നമ്മുടെ നായിക ക്യാബിനിലേക്ക് പോവാണ്. ശരി, തൻ്റെ ഭർത്താവിനെ വിളിച്ച് ഇതിനെപ്പറ്റി ചോദിക്കാമെന്ന് കരുതി ഫോൺ വിളിച്ചാൽ ആ സമയം നോക്കി അദ്ദേഹം ഫോൺ എടുക്കില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഒരു മെസ്സേജ് വന്നു, ഞാൻ മീറ്റിംഗിലാണ്, എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന്. ശരി എന്ന് പറഞ്ഞ് നായികയും വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ജോലി ആവശ്യത്തിനായി ഡൽഹിക്ക് പോയതല്ലേ, ജോലി കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരികയാണ്. രാത്രി വീട്ടിൽ വന്ന ഉടനെ നായികയുടെ ഭർത്താവ് നായികയോട് പറയുന്നുണ്ട്, ഈയിടെ ഓഫീസിൽ ഭയങ്കര പ്രഷർ തന്നുകൊണ്ടിരിക്കുകയാണ്, 6 മാസം ടൈം എടുത്ത് ചെയ്യേണ്ട പ്രോജക്റ്റ് വെറും 3 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതും ഇപ്പോൾ ഉള്ള ടീമിനെ വെച്ച് എങ്ങനെ അത്ര വേഗത്തിൽ ചെയ്തു തീർക്കും? സപ്പോസ് പ്രോജക്റ്റ് പറഞ്ഞ ടൈമിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇൻസെൻറ്റീവ് തരില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നായിക പറയുന്നുണ്ട്, നിനക്ക് എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഒക്കെ വേണമെങ്കിൽ നീ സ്വന്തമായി കമ്പനി തുടങ്ങിയാലേ നടക്കും. നീ വിളിച്ചാൽ നിന്റെ പിന്നാലെ നിന്റെ ടീം വരും, അപ്പോൾ ധൈര്യമായി നിനക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാലോ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യില്ല, ജാൻവി കോളേജിൽ പോകുന്ന ടൈമിൽ ഞാനൊരു കമ്പനി ഓണർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നായിക ചോദിക്കുന്നുണ്ട്, വാരാണസിക്ക് നീ പോയിരുന്നോ എന്ന്. വാരാണസിയോ എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഷോക്ക് ആവുന്നുണ്ട്. ഇന്നലെ നിന്റെ അടുത്ത് ഇതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്, പിന്നെ നീയും ഫോൺ എടുത്തില്ല, ഞാനും മറന്നുപോയി എന്ന് പറയുമ്പോൾ, വാരാണസിയോ, വാരാണസിക്ക് ഞാൻ എന്തിനാണ് പോകേണ്ടത് എന്ന് ഭർത്താവ് ചോദിക്കുകയാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അശ്വിനാണ് ഹോളിഡേ പോയപ്പോൾ നിന്നെ അവിടെ വെച്ച് കണ്ടു എന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ, ഒരുപക്ഷെ എൻ്റെ പ്രേതത്തെ കണ്ടിട്ടുണ്ടാവും, അവൻ ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് കണ്ടതെന്ന് പറ, ഒരു ടൂർ നമ്മളും പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് കളിയാക്കാണ്. എക്സാക്ട്ലി ഞാനും ഇതുപോലെ തന്നെയാണ് ചോദിച്ചത് എന്ന് പറയാൻ തുടങ്ങുമ്പോൾ, ഇരിക്കുന്ന ജോലിയുടെ തിരക്കിൽ ഞാൻ എന്തിനു വാരാണസിക്ക് പോകണം എന്ന് പറഞ്ഞ് ഇദ്ദേഹം കുളിക്കാനായി പോവാണ്. പതിവ് പോലെ നമ്മുടെ നായിക ഓഫീസിലേക്ക് പോകുന്നു. ബേസിക്കലി ഇവരൊരു ഇൻഷുറൻസ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ അശ്വിൻ തിരക്കിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നായിക ചെന്നിട്ട്, നീ ഫ്രീ ആയിട്ട് വരാമോ, നിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയാണ്. അശ്വിൻ വരുന്നുണ്ട്. എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. ഈ കമ്പനിയിൽ നിന്നേക്കാൾ ഞാൻ അധികം പെർഫോം ചെയ്യുന്നുണ്ടെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. നീ എന്നെ വെട്ടിച്ച് മുകളിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ലൈഫിൽ എൻ്റെ അടുത്ത് പോരാട്, അല്ലാതെ വെറുതെ എൻ്റെ പേഴ്സണൽ ലൈഫ് ഇതിനുള്ളിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറയാൻ തുടങ്ങുമ്പോൾ, വെയിറ്റ്, ഞാൻ എന്തിനു നിന്റെ പേഴ്സണൽ ലൈഫിൽ ഇടപെടണം എന്ന് അശ്വിൻ ചോദിക്കുകയാണ്. അതിന് നമ്മുടെ നായിക പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് ഇന്നലെ ഡൽഹിയിലായിരുന്നു, അദ്ദേഹം കമ്പനി മീറ്റിംഗ് ആവശ്യത്തിനായിട്ടാണ് പോയത്, പക്ഷെ നീ അദ്ദേഹത്തെ വാരാണസിയിൽ കണ്ടെന്ന് എൻ്റെ അടുത്ത് വന്ന് പറയുന്നു. അത് കേട്ട് ഞാൻ വീട്ടിൽ പോയി അയാളോട് ചോദിക്കും. സോ ഇതിനാൽ ഞങ്ങൾ രണ്ടുപേർക്കിടയിൽ വഴക്കുണ്ടാവും, അതല്ലേ നീ പ്രതീക്ഷിക്കുന്നത്? വെറുതെ എൻ്റെ കുടുംബത്തിനുള്ളിൽ ഇടപെടരുത്. ഇനി മുതൽ ഹായ് ഹലോ അത് മാത്രം മതി, അതിൽ കവിഞ്ഞ് നമ്മൾ രണ്ടുപേർക്കിടയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നായിക ഓഫീസിലേക്ക് പോകുന്നു. നായികയെ ഡ്രോപ്പ് ചെയ്തിട്ട് നായികയുടെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പോയില്ലേ. എപ്പോഴും ഹാപ്പി ആയിട്ടാണ് അവർ പോകാറുള്ളത്. എന്നാൽ ഇന്ന് ഏതോ ഒരു ഭയത്തോടെയാണ് ഓഫീസിലേക്ക് കയറുന്നത്. ഇപ്പോൾ അശ്വിൻ നേരെ നായികയുടെ ക്യാബിനിലേക്ക് വന്നിട്ട്, ഞാൻ കണ്ട കാര്യം നിന്റെ അടുത്ത് ജസ്റ്റ് ഷെയർ ചെയ്തതാണ്, ഇത് നിന്നെ ഇങ്ങനെ അപ്സെറ്റ് ആക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ, ഈ കളി നീ വേറെ ആരുടെയെങ്കിലും അടുത്ത് പോയി കളിച്ചോ, എൻ്റെ അടുത്ത് വേണ്ട എന്ന് പറയാണ്. എനിക്കിപ്പോൾ ജോലിയുണ്ട്, ഞാൻ പോവാണെന്ന് പറഞ്ഞ് നമ്മുടെ നായിക ആ ക്യാബിൻ വിട്ട് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ അശ്വിൻ പറയുന്നുണ്ട്, ഞാൻ കളിക്കുകയാണെന്നോ, എനിക്ക് കളിക്കേണ്ട ഒരു ആവശ്യമില്ല, എനിക്കൊക്കെ ആനയുടേത് പോലുള്ള മെമ്മറി പവറാണ്. വാരാണസിയിൽ ഞാൻ കണ്ടത് നിന്റെ ഭർത്താവ് രാഹുലിനെ തന്നെയാണ്. ഡാർക്ക് ബ്ലൂ കളർ ഷർട്ടും ബ്രൗൺ കളർ ട്രൗസറും ഇട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹം നടന്നു വന്നിരുന്നത്. ഞാനും വിളിച്ചു രാഹുൽ എന്ന്, പക്ഷെ അദ്ദേഹം ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടന്നു പോയതുകൊണ്ട് അദ്ദേഹത്തിന് ശരിക്കും കേട്ടില്ല. അപ്പോൾ ഞാനും വന്നു, 100% അത് രാഹുൽ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നു. ഇത് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോവാണ്. നമ്മുടെ നായികയ്ക്ക് ആകെ കിളി പോയി നിൽക്കുകയാണ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം യാത്രയ്ക്ക് പോകുമ്പോൾ ആ ഡാർക്ക് ബ്ലൂ കളർ ഷർട്ടും ആ ബ്രൗൺ കളർ ട്രൗസറും നമ്മുടെ നായികയാണ് റെഡിയാക്കി വെച്ചിരുന്നത്. നീ എപ്പോഴും ബ്ലാക്ക് കളർ ട്രൗസേഴ്സ് ആണല്ലോ ഇടാറുള്ളത്, സോ ഇത്തവണ ഒരു ചേഞ്ചിന് ബ്രൗൺ കളർ ട്രൗസർ ഇട്ടോ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇവരുടെ വീട്ടിലെ ബെഡ്റൂമിനുള്ളിൽ നടന്ന കാര്യമാണ്. ഇത് അശ്വിൻ അറിയാൻ ഒരു സാധ്യതയുമില്ല. അവിടെ കട്ട് ചെയ്താൽ നമ്മുടെ നായികയുടെ ഭർത്താവ് പതിവ് പോലെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോവാണ്. ഒരാളെ വിളിച്ചിട്ട്, ഇനി മുതൽ വാരാണസിയിൽ നമുക്ക് മീറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു. എതിർവശത്ത് സംസാരിക്കുന്നത് ഒരു സ്ത്രീയാണ്. എന്തുകൊണ്ട് കഴിയില്ല എന്ന് ചോദിക്കുമ്പോൾ കാജലിന് കാര്യം അറിഞ്ഞുപോയി. കാജലിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആരൊരാൾ എന്നെ വാരാണസിയിൽ കണ്ട് കാജലിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. അവൾ ചോദിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, അതെ ചോദിച്ചു, ഞാൻ ഡൽഹിയിലാണെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ, നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അത്യാവശ്യമായൊരു ജോലി വന്നു, അതുകൊണ്ട് വാരാണസിക്ക് പോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനെ തുടർന്ന് അവൾ വേറെ ചോദ്യമൊന്നും ചോദിക്കില്ലായിരുന്നു. നീ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവൾക്ക് സംശയം വന്നത് എന്ന് പറയാണ്. എനിക്കറിയാം ഞാൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു, പക്ഷെ പെട്ടെന്ന് അവൾ ചോദിച്ചതുകൊണ്ട് എനിക്ക് എന്തു മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വാരാണസിയിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഇനി മുതൽ നമ്മൾ വാരാണസിയിൽ വെച്ച് മീറ്റ് ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ ആ സ്ത്രീയും ഓക്കെ എന്ന് പറയാണ്. ആകെ മൊത്തം അശ്വിൻ പറഞ്ഞത് സത്യമാണ്. നായികയുടെ ഭർത്താവ് രാഹുൽ വാരാണസിയിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം ഫോണിൽ സംസാരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ
വാരാണസിയിൽ ഏതൊരു സ്ത്രീയുമായി കോണ്ടാക്റ്റിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഇപ്പോൾ നമ്മുടെ നായികയും നായികയുടെ ഫ്രണ്ടും ഒരിടത്തിരുന്ന് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുകയാണ്. നായികയുടെ ഭർത്താവ് കള്ളം പറയുകയാണോ അല്ലയോ എന്നത് നായികയ്ക്ക് ഇനിയും ഡൗട്ടാണ്. അതുകൊണ്ട് നായികയുടെ ഫ്രണ്ട് നിങ്ങൾ രണ്ടുപേരുടെയും പ്രൈവറ്റ് ലൈഫ് ഏത് രീതിയിലാണ് എന്ന് ചോദിക്കുമ്പോൾ അത് വെച്ച് നീ എന്താണ് അനലൈസ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. മിക്കവാറും ആണുങ്ങളുടെ പ്രൈവറ്റ് ലൈഫ് നല്ലതല്ലെങ്കിലാണ് വേറൊരാളെ തേടി പോവുക, അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്ന് പറയാണ്. അതിന് നായിക പറയുന്നുണ്ട്, അതൊന്നും ഒരു പ്രശ്നമില്ല, നന്നായി തന്നെയാണ് പോകുന്നത് എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അശ്വിൻ തന്നെയാണ് നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ഫ്രണ്ട് പറയാണ്. എന്നാൽ നായിക അത് നിരസിക്കുന്നു. തീർച്ചയായിട്ടും എൻ്റെ ഭർത്താവ് വാരാണസിക്ക് പോയിട്ടുണ്ട് എന്ന്. എങ്ങനെയാണ് നീ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആക്ച്വലി നമ്മുടെ നായികയുടെ കയ്യിൽ ഒരു തെളിവ് കിട്ടിയിരുന്നു. വീട്ടു ജോലിക്കാരി ഭർത്താവിന്റെ സൂട്ട് കേസിലുള്ള ഡ്രസ്സ് എല്ലാം വാഷിംഗ് മെഷീനിലിട്ടിട്ട് സ്യൂട്ട് കേസ് കൊണ്ടുവന്ന് അകത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ആ സ്യൂട്ട് കേസിൽ വാരാണസിയുടെ എയർപോർട്ട് ടാഗ് ഉണ്ടായിരുന്നു. ആ ടാഗിലുള്ള സീരിയൽ നമ്പർ ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് വാരാണസി എയർപോർട്ടിന്റെ സീരിയൽ നമ്പർ ആണെന്ന് മനസ്സിലാവുന്നു. സോ ഭർത്താവ് തീർച്ചയായിട്ടും വാരാണസിയിൽ പോയിട്ടുണ്ട് എന്നത് നായികയ്ക്ക് ഉറപ്പാവുന്നു. ഇപ്പോൾ നായികയുടെ ഫ്രണ്ട് നന്ദിനി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഇത് വെച്ച് നീ എന്താണ് വിചാരിക്കുന്നത്? നിന്റെ ഭർത്താവിന് വേറെ ആരെങ്കിലുമായും അഫെയർ ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും എനിക്ക് പറയാൻ കഴിയില്ല, എനിക്ക് കൃത്യമായി അറിയില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, ഈ വാരാണസി കാര്യത്തെക്കുറിച്ച് നിന്റെ ഭർത്താവിനോട് നേരിട്ട് തന്നെ ചോദിക്കുക, അതും പ്രത്യേകിച്ച് ഈ എയർപോർട്ട് ടാഗൊക്കെ വെച്ച് ഡയറക്റ്റായി തന്നെ ചോദിക്കുക എന്ന് പറയുമ്പോൾ ചോദിച്ചാൽ മാത്രം സത്യം പറയുന്നു നീ വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും എന്തെങ്കിലും കള്ളം പറയും. ഒരു കള്ളം മറയ്ക്കാൻ വേറൊരു കള്ളം എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് പറയുമ്പോൾ നായികയുടെ ഫ്രണ്ട് നന്ദിനി ചോദിക്കുന്നുണ്ട്, വേറെ എന്താണ് ചെയ്യാൻ പോകുന്നത്? കൈയോടെ പിടിക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. നായിക ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനുശേഷം നായിക തന്റെ ഭർത്താവിന്റെ പെരുമാറ്റത്തെ നോട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അദ്ദേഹം വളരെ കാഷ്വലായി ജോളിയായി തന്നെയായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ വാരാണസിയെ കുറിച്ചുള്ള ടോപ്പിക് എടുത്താൽ മാത്രം അദ്ദേഹം ടോപ്പിക് ചേഞ്ച് ചെയ്തിട്ട് പോവാണ്. ഇത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഏതോ ഒരു കാര്യത്തെ മറച്ചു വെക്കുന്നുണ്ടെന്ന് നമ്മുടെ നായികയ്ക്ക് വ്യക്തമായി മനസ്സിലാവുന്നു. എന്താണ് മറക്കേണ്ടത്? എൻ്റെ അടുത്ത് നിന്നും മറക്കാൻ എന്തുമാത്രമുണ്ട്? അത് മാത്രമല്ല, ഇദ്ദേഹം ഒരുപാട് തവണ ഡൽഹിക്ക് മീറ്റിങ്ങിന് പോകുന്നു എന്ന് പറഞ്ഞ് പോയിട്ടുമുണ്ട്. അപ്പോൾ ഓരോ തവണയും ഇദ്ദേഹം വാരാണസിയിൽ തന്നെയാണോ പോയിരുന്നത്? ഇത്രയും നാൾ എൻ്റെ ലൈഫ് ഒരു പെർഫെക്റ്റ് ലൈഫാണെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ലൈഫ് പെർഫെക്റ്റ് ലൈഫ് അല്ലേ? എൻ്റെ ലൈഫിൽ ആദ്യമായി തെറ്റ് നടക്കാൻ പോവുകയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നായികയുടെ മൈൻഡിൽ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ സമയം നോക്കി വീണ്ടും ഇദ്ദേഹത്തിന് ഡൽഹി പോകേണ്ട ജോലി വരുന്നുണ്ട്. സോ ഇദ്ദേഹം ഡൽഹിക്ക് പോവുകയാണ്. ഈ തവണ നമ്മുടെ നായിക എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഡൽഹിയിലുള്ള നായികയുടെ ഫ്രണ്ടിനെ വിളിക്കുകയാണ്. കൗശിക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ സുഖമായിരിക്കുന്നുണ്ട്, നീ എന്താ പതിവില്ലാതെ വിളിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ആക്ച്വലി എനിക്കൊരു സഹായം വേണം, അത് വളരെ പേഴ്സണലാണ്, അത് ആരുടെ അടുത്ത് ചോദിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് നിന്റെ അടുത്ത് ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് സഹായം എന്ന് ചോദിക്കുകയാണ്. എൻ്റെ ഭർത്താവ് ഡൽഹിക്ക് വന്നിട്ടുണ്ട്, അദ്ദേഹം എവിടെ പോകുന്നു, ആരെ കാണുന്നു, എന്ത് ചെയ്യുന്നു എന്ന ഡീറ്റെയിൽസ് എല്ലാം എനിക്കറിയണം എന്ന് പറയാണ്. എന്താ കാജൽ പറയുന്നത്? നിന്റെ ഭർത്താവിനെ നീ സംശയിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ പറയാൻ കഴിയില്ല, പക്ഷെ എനിക്ക് അറിയണം എന്ന് നായിക പറയുന്നു. നിന്റെ ഭർത്താവ് ഒരു ജെന്റിൽമാൻ ആണ്, നീ അദ്ദേഹത്തെ സംശയിക്കുന്നതിൽ അർത്ഥമില്ല, നിന്റെ മേൽ അളവറ്റ സ്നേഹം വെച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അതൊക്കെയാണ് ഇങ്ങനെ സംശയിക്കാൻ കാരണം, നീ എന്തായാലും ഹെൽപ്പ് ചെയ്യണം. ശരി, ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയാണ്. പറഞ്ഞതുപോലെ ആ കൗശിക് എന്നയാൾ നായികയുടെ ഭർത്താവിനെ ഫോളോ ചെയ്യാൻ തുടങ്ങുകയാണ്. ആദ്യമൊക്കെ വർക്ക് സംബന്ധമായ ആളുകളെയൊക്കെ മീറ്റ് ചെയ്തിരുന്ന ഇദ്ദേഹം ഈവനിങ് ടൈമിൽ ഒരു സ്ത്രീയെ മീറ്റ് ചെയ്യുന്നു. ആ സ്ത്രീയുടെ കൂടെ പാർക്കിൽ പോകുന്നു, പുറത്തു പോകുന്നു. ആ സ്ത്രീയുടെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നതായി കാണുന്നു. സോ ആ സ്ത്രീയുടെ കൂടെ അദ്ദേഹത്തിന്റെ ഭർത്താവ് ഉള്ളതെല്ലാം ഒളിഞ്ഞിരുന്ന ഫോട്ടോ എടുത്ത് നമ്മുടെ നായികയ്ക്ക് അയച്ചു കൊടുക്കുന്നു. രാഹുലിന്റെ കൂടെയുള്ള ആ സ്ത്രീ ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ രാഹുൽ നിനക്ക് അറിയാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് കൗശിക് പറയാണ്. ആ ഫോട്ടോസ് എല്ലാം നമ്മുടെ നായിക കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവളാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ ഭർത്താവ് വരട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. നായികയുടെ ഭർത്താവ് വന്ന ഉടനെ വലുതായി ഇവർ വഴക്കിനൊന്നും പോയില്ല. സൈലന്റായി 3 പേരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ നായികയുടെ ഭർത്താവ് തന്നെ പറയുന്നുണ്ട്, ഇപ്പോഴൊക്കെ ഓൺലൈൻ മീറ്റിംഗ്സ് തന്നെ വന്നു, എന്നാലും എൻ്റെ ബോസ് ഹിറ്റ്ലർ ആയതുകൊണ്ട് ഡൽഹിയിൽ വാ എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് പറയാണ്. 3 ദിവസം നീ ഡൽഹിയിൽ തന്നെ ആയിരുന്നോ എന്ന് നായിക ചോദിക്കുകയാണ്. അതെ, 3 ദിവസം ഡൽഹിയിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു, വളരെ ടഫായിരുന്നു, ബിസി ആയിരുന്നു എന്ന് പറയാണ്. ഈവനിങ് ടൈമിൽ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഈവനിങ് ടൈമിലോ? അതാ പറഞ്ഞില്ലേ വളരെ ബിസി ആയതുകൊണ്ട് ആരെയും കാണാൻ കഴിഞ്ഞില്ല എന്ന്. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ നായികയ്ക്ക് ഭയങ്കര ദേഷ്യം വരാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നായിക ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോഴും അതിനെപ്പറ്റി വലുതായി സംസാരിച്ച് വഴക്കുണ്ടാക്കാതെ സൈലന്റ് ഇരിക്കുകയാണ്. അതേസമയം നായികയുടെ മകള് ഫോൺ വേണമെന്ന് ചോദിച്ചിരുന്നില്ലേ, ആ കാര്യത്തിൽ നായികയ്ക്ക് ദേഷ്യം വരാണ്. ഭയങ്കരമായി വഴക്കുണ്ടാക്കുന്നു. അപ്പോൾ നായികയുടെ ഭർത്താവ് ചോദിക്കുന്നുണ്ട്, നീ ഒരിക്കലും ഇങ്ങനെയൊന്നും വഴക്കുണ്ടാക്കാറില്ലല്ലോ, ഒരുമാതിരി ബിഹേവ് ചെയ്യുന്ന എന്താണ്, എന്താ പറ്റിയത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എൻ്റെ അടുത്ത് ഡയറക്റ്റായി ചോദിക്കേ എന്ന് പറയാണ്. നായിക എന്തുകൊണ്ടാണ് ഡയറക്റ്റായി ഈ കാര്യത്തിൽ തൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ചോദിക്കാത്തതെന്ന് വെച്ചാൽ ഭർത്താവ് തന്നെ ഈ കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭർത്താവ് അത് പറയുന്നില്ല. അതേസമയം നായികയുടെ അടുത്ത് നായികയുടെ ഭർത്താവ് സമാധാനിപ്പിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ തന്നെ അറിയാം അദ്ദേഹം കള്ളം പറയാണെന്ന്.
എന്തോ ഒരു കാര്യത്തെ മറച്ചു വെക്കുകയാണെന്ന്. പിറ്റേന്ന് പതിവ് പോലെ ഓഫീസിലേക്ക് പോകുന്നു. അതിനുശേഷം ആ ഫോട്ടോസൊക്കെ വന്നിരുന്നില്ലേ, ആ ഫോട്ടോസിൽ നായികയുടെ ഭർത്താവിന്റെ കൂടെയുള്ള ആ സ്ത്രീ ആരാണെന്ന് പറഞ്ഞ് സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവസാനം വരെ ആ സ്ത്രീ ആരാണെന്ന് നായികയ്ക്ക് മനസ്സിലായില്ല. ഇപ്പോൾ നായിക അവരുടെ ഫ്രണ്ട് നന്ദിനിയുടെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നു. നന്ദിനി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, അവരൊരു പ്രായമായ സ്ത്രീയല്ലേ, അവരെ ഓർത്ത് നീ എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് പറയാണ്. ഞാൻ അവരെ ഓർത്ത് വിഷമിക്കുകയല്ല, എൻ്റെ ഭർത്താവിനെ ഓർത്ത് മാത്രമാണ് വിഷമിക്കുന്നത്. ആ സ്ത്രീയെ എന്തിനാണ് അവൻ മീറ്റ് ചെയ്യുന്നത്? എന്തിനാണ് ആ സ്ത്രീയുടെ കൂടെ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യുന്നത്, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? ആ സ്ത്രീക്കും നായികയുടെ ഭർത്താവിനും എന്താണ് കണക്ഷൻ എന്നത് എനിക്ക് അറിയണം. അത് മാത്രമല്ല, ഈ കാര്യങ്ങളെല്ലാം എന്നോട് എന്തിനാണ് മറച്ചു വയ്ക്കുന്നത് എന്ന് ആലോചിക്കുകയാണ്. നന്ദിനി പറയുന്നുണ്ട്, മിണ്ടാതെ നിന്റെ ഭർത്താവിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കംപ്ലീറ്റ് ആയി പരിശോധിച്ച് നോക്ക്, അതുവഴി നിനക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടും എന്ന് പറയുമ്പോൾ നായിക പറയുന്നു, എൻ്റെ ഭർത്താവ് സോഷ്യൽ മീഡിയയിലില്ല, അതൊന്നും യൂസ് ചെയ്യില്ല എന്ന്. പക്ഷെ നായികയുടെ ഭർത്താവ് 2 ജീവിതം ജീവിക്കുകയാണോ എന്ന് നായിക ദേഷ്യപ്പെടുകയാണ്. ബേസിക്കലി രാഹുലിന്റെ കാര്യത്തിൽ നായികയ്ക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. നമ്മുടെ രാഹുൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട്. കാരണം 15 വർഷത്തെ പരിചയമാണ് ഇവർ തമ്മിലുള്ളത്. 13 വർഷം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നു. 15 വർഷത്തിന് മുമ്പ് നമ്മുടെ കൂടെ ജീവിച്ച രാഹുൽ തന്നെയാണോ ഇപ്പോഴും നമ്മുടെ കൂടെ ജീവിക്കുന്നത് എന്നൊരു സംശയം നായികയ്ക്ക് വരാൻ തുടങ്ങി. ഇവർ രണ്ടുപേരുടെയും ലവ് മാരേജ് ആയിരുന്നു. ഇവർ രണ്ടുപേരും ഒരേ ഓഫീസിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ നായികയ്ക്ക് രാഹുലിനെ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ വേണമെന്ന് വെച്ച് ഈ ഡൗട്ട് ആ ഡൗട്ട്, ഈ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ആ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടേയിരുന്നിരുന്നു. രാഹുലും മടിക്കാതെ അതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം നമ്മുടെ നായിക നിങ്ങളുടെ അടുത്ത് കുറച്ച് തനിയെ സംസാരിക്കണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാണ്. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയിട്ട്, ഞാൻ ഈ ഹെൽപ്പ് ആ ഹെൽപ്പ് എന്നൊക്കെ ചോദിക്കുന്നില്ലേ, അത് നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണ്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് അദ്ദേഹവും പറയാണ്. അപ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണോ നിങ്ങൾ എനിക്ക് സഹായം ചെയ്തു തരുന്നത് എന്ന് ചോദിക്കുകയാണ്. രാഹുൽ അതെ എന്നും മറുപടി പറയുന്നു. നായിക അദ്ദേഹത്തെ പ്രണയിക്കുന്ന കാര്യം രാഹുലിനറിയാം. രാഹുലും അത് അംഗീകരിക്കാം എന്നൊരു തീരുമാനത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നായിക അവരുടെ അമ്മയും അച്ഛനെയും പറ്റി പറയാണ്. രാഹുൽ പറയുന്നുണ്ട്, എനിക്ക് ആരുമില്ല, എൻ്റെ പേരൻസ് ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി എന്ന്. അതിനുശേഷം നമ്മൾ ഇന്ന് വൈകുന്നേരം ഡിന്നറിന് പോയിട്ട് മൂവിക്ക് പോകാം എന്ന് പ്ലാൻ ചെയ്യാണ്. അങ്ങനെ ഇവർ രണ്ടുപേർക്കും ഇടയിൽ പ്രണയം കൺഫേം ആയി. ഇപ്പോൾ വിവാഹ ജീവിതം സന്തോഷമായി ജീവിച്ചു വരാണ്. ഏകദേശം 13 വർഷമായി ഇവരുടെ വിവാഹ ജീവിതത്തിൽ യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ നായികയുടെ വിവാഹ ജീവിതത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നായിക ഒരു ഡിറ്റക്റ്റീവിനെ വെച്ച് നായികയുടെ ഭർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീ ആരാണെന്ന് അന്വേഷിക്കുകയാണ്. ആ അന്വേഷണത്തിൽ ആ സ്ത്രീയുടെ പേര് യശോദ പഥക് എന്നാണെന്ന് അറിയാൻ കഴിയുന്നു. അത് മാത്രമല്ല, യശോദയുടെ ഭർത്താവ് ഒരു 7 വർഷത്തിന് മുന്നേ മരിച്ചുപോയി എന്ന കാര്യവും അറിയാൻ കഴിയുന്നു. ഈ യശോദയ്ക്കും നായികയുടെ ഭർത്താവിനും എന്താണ് കണക്ഷൻ എന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഓരോ തവണയും ഈ സ്ത്രീയെ മീറ്റ് ചെയ്യുന്നതിനായിട്ടാണ് ഇദ്ദേഹം വാരാണസിയിൽ പോയിക്കൊണ്ടിരുന്നത്. അവസാനമായി ഇപ്പോൾ ഡൽഹിയിൽ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന ഇൻഫർമേഷൻസും പറയുന്നു. ഇത്രയും നല്ല ക്ഷമയോടെ ഇരുന്ന് നമ്മുടെ നായിക ഇപ്പോൾ ഓഫീസ് കഴിഞ്ഞിട്ട് വരുമ്പോൾ തന്നെ ഈ യശോദ പഥക് എന്നത് ആരാണ് എന്ന് പെട്ടെന്ന് ചോദിക്കുകയാണ്. ഇദ്ദേഹം സൈലന്റ് ആയി അവരുടെ അപ്പാർട്ട്മെന്റിന്റെ കാർ പാർക്കിങ്ങിൽ വന്ന് നിൽക്കുന്നു. ഞാൻ വാരാണസിയിൽ പോയോ ഇല്ലയോ എന്നറിയാതെ നീ വിടില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ തവണ ഞാൻ ഡൽഹിക്ക് പോയപ്പോൾ നീ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടാകുമോ എന്ന ഡൗട്ട് എനിക്കുണ്ടായിരുന്നത് എന്ന് പറയാണ്. ഞാൻ ഫോളോ ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ആരാണ് ആ സ്ത്രീ? ആ സ്ത്രീക്കും നിങ്ങൾക്കും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നായിക ചോദ്യത്തിന് മേൽ ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ നായികയുടെ ഭർത്താവ് പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ പുറത്തറിയാൻ പാടില്ല എന്ന് പറഞ്ഞായിരുന്നു. അതാണ് നീ മറക്കുന്ന കാര്യമൊക്കെ എനിക്ക് അറിഞ്ഞുപോയി. ഇപ്പോൾ നീ പറഞ്ഞേ തീരുമെന്ന് പറഞ്ഞ് നായിക ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കട്ട് ചെയ്താൽ നായിക ഒരു ഡിറ്റക്റ്റീവിനെ വെച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിരുന്നില്ലേ, ആ ഡിറ്റക്റ്റീവ് ഇനിയും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ആ യശോദ പഥക് എന്നവർക്ക് രവി പഥക് എന്നൊരു മകൻ ഉണ്ടായിരുന്നു. ആ മകൻ മഞ്ജരി എന്നൊരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിട്ട് ജയിലിൽ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവനും ആത്മഹത്യ ചെയ്ത് മരിച്ചുപോയി. ഇത് നടന്നിട്ട് 17 വർഷമായി എന്ന ഇൻഫർമേഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ പ്രസന്റിൽ നായികയുടെ ഭർത്താവ് പറയുന്നുണ്ട്, ആ രവി പഥക് എന്നവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും റൂംമേറ്റും ആയിരുന്നു. ഞങ്ങൾ ഒന്നിച്ചാണ് പഠിച്ചത്, എപ്പോഴും ഒന്നിച്ചായിരിക്കും. സോ അവന് വിവാഹം കഴിഞ്ഞു, അവൻ പുതിയൊരു ജീവിതത്തിലേക്ക് പോയി. അവൻ്റെ ഭാര്യയുടെ പേര് മഞ്ജരി. ഒരു ദിവസം അവൻ അവൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തി കഴിഞ്ഞ് നേരെ രാഹുൽ ഇരിക്കുന്ന റൂമിലേക്ക് വന്നു. സോ ഈ കാര്യം രാഹുലിന് അറിയില്ല. ഇങ്ങനെ കുടുംബത്തിൽ പ്രശ്നമാണ്, 1 മാസം ഞാൻ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തോട്ടെ എന്ന് അവൻ പറഞ്ഞിരുന്നു. ഒരു മാസം രാഹുലിൻ്റെ കൂടെ സ്റ്റേ ചെയ്തിട്ട് അതിനുശേഷം ഈ രവി അവിടെ നിന്നും പോയി. അതിനുശേഷം പെട്ടെന്ന് പോലീസുകാർ വന്ന് നമ്മുടെ നായികയുടെ ഭർത്താവായ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി പൊതിരെ തല്ലിയിട്ടുണ്ട്. നിന്റെ ഫ്രണ്ട് അവൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തി, അതിന് നീ കൂട്ടുനിന്നോ എന്ന് ചോദിച്ച്. എനിക്കും ഇതിന് യാതൊരു ബന്ധവുമില്ല. അവൻ ഇങ്ങനെ ചെയ്തിട്ട് വന്നതാണെന്ന് എനിക്ക് അറിയ പോലുമില്ലായിരുന്നു. 1 മാസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അതിനുശേഷം പോയി എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 7-8 ദിവസം നമ്മുടെ നായികയുടെ ഭർത്താവിനെയും ജയിലിൽ തന്നെയാണ് വെച്ചിരുന്നത്. പക്ഷെ ഈ രവി പഥക് എന്നവൻ എവിടെ പോയി എന്ത് ചെയ്തു എന്നറിയില്ല. അവൻ എവിടെ പോയി എന്ത് ചെയ്യുന്നു എവിടെയുണ്ടെന്ന വിവരം പറ എന്ന് പറഞ്ഞ് ഏകദേശം 1 വർഷത്തോളം പോലീസുകാർ നമ്മുടെ നായികയുടെ ഭർത്താവിനായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാഹുലിനും വലുതായി ഒന്നും അറിയില്ലായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം വിവരം വന്നു ചേരുന്നുണ്ട്, ഈ രവി പഥക് എന്നവൻ ആത്മഹത്യ ചെയ്ത് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട്.
അതിനുശേഷം ഈ നാടും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഈ നാട്ടിലേക്ക് വന്നതായും അതിനുശേഷമാണ് രാഹുലിന്റെ ജീവിതത്തിലേക്ക് നായിക വന്നതായും ജീവിതം വളരെ നന്നായി മാറിയതായും പറയുന്നു. ശരി, അതിനും ആ സ്ത്രീക്കും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ ആ രവി പഥകിന്റെ അമ്മയാണ് ഈ യശോദ എന്നവർ. ചെറിയ പ്രായമായിരുന്നപ്പോൾ അവരുടെ അമ്മ എനിക്കും ചോറ് തന്നിട്ടുണ്ട്. അവരുടെ മകനെ എങ്ങനെ വളർത്തിയോ അതേപോലെ എനിക്കും നിറയെ സ്നേഹമൊക്കെ തന്നാണ് വളർത്തിയത്. അതുകൊണ്ട് ആ സ്നേഹവും കരുതലും എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടെ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം, കാണണം എന്ന് കരുതിയിട്ടാണ് ഞാൻ പോയി വരുന്നത് എന്ന് നായികയുടെ ഭർത്താവ് പറയാണ്. ഇതെല്ലാം കേട്ട് നമ്മുടെ നായിക പറയുന്നുണ്ട്, നീ ഇതിനു വേണ്ടിയിട്ടാണോ പോയിരുന്നത്? ഞാൻ കരുതി നിനക്ക് വേറൊരു ഫാമിലി ഉണ്ടെന്ന്, നീ എന്നെ പറ്റിക്കുകയാണെന്ന് കരുതി എന്ന് പറയാണ്. എൻ്റെ പാസ്റ്റ് നമ്മുടെ പ്രസന്റിനെ ബാധിക്കരുതെന്ന് കരുതിയിട്ടാണ് വ്യക്തിപരമായ രീതിയിൽ ഞാൻ പോയി അവരെ കണ്ടിട്ട് വന്നത്. അല്ലാതെ നിന്നെ വഞ്ചിച്ച് ജീവിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ ഒന്നിനെയും മറച്ചു വെച്ചിട്ടില്ല. അത് മാത്രമല്ല, നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതം നന്നായത്. സത്യം പറയാൻ പോയാൽ നീയും ജാൻവിയും മാത്രമാണ് എൻ്റെ ലോകം. നമ്മുടെ ഈ കൊച്ചു ലോകത്തിനുള്ളിൽ ഞാൻ ആരെയും വരാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. നമ്മുടെ നായികയും ഇമോഷണലായി തൻ്റെ ഭർത്താവിനെ ഹഗ് ചെയ്ത് കരയാൻ തുടങ്ങുന്നു. അതിനുശേഷം വീണ്ടും ഇവരുടെ ജീവിതം നോർമൽ ആവാൻ തുടങ്ങുകയാണ്. സന്തോഷകരമായ ഒരു ജീവിതം ജീവിക്കാൻ തുടങ്ങുകയാണ്. ഇനി മുതൽ ഇവരുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് കരുതി നമ്മുടെ നായികയ്ക്ക് അടുത്ത ഷോക്ക്. അപ്പൊ അതുപോലെ നമ്മുടെ നായിക ഓഫീസിലേക്ക് പോവാണ്. നായികയുടെ ഫ്രണ്ട് നന്ദിനിയുടെ അടുത്ത് നിന്ന് കോൾ വരികയാണ്. നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ നായിക പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നമൊക്കെ സോൾവ് ആയി, ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ച് തീർത്തു എന്ന് പറയുമ്പോൾ, അപ്പൊ ശരി, പ്രോബ്ലം സോൾവ് ആയെങ്കിൽ ഓക്കെ എന്ന് പറയാണ്. അല്ല, നീ എന്തോ കാര്യം പറയാൻ വന്നില്ലേ, അതെന്താണെന്ന് പറയാമെന്ന് പറയുമ്പോൾ, അല്ല പ്രോബ്ലം എല്ലാം സോൾവ് ആയില്ലേ, പിന്നെ എന്തിനാ ഇത് എന്ന് പറയുമ്പോൾ, അല്ല നീ എന്താണോ പറയാൻ വന്നേ അത് പറഞ്ഞ് അവസാനിപ്പിക്കുക എന്ന് നായിക പറയാണ്. അപ്പോഴാണ് നന്ദിനി പറയുന്നത്, ആക്ച്വലി നിന്റെ ഭർത്താവിനെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത്, സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നത് ഇഷ്ടമേ അല്ല എന്ന് പറഞ്ഞിരുന്നില്ലേ. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് ഒരു അക്കൗണ്ട് ഉണ്ട്, അതിൽ നിന്റെ ഭർത്താവിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് എന്ന് പറയാണ്. എന്താ ഈ പറയുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ നായിക പോയി ചെക്ക് ചെയ്യാണ്. അത് ചെക്ക് ചെയ്ത് നോക്കിയ നമ്മുടെ നായികയ്ക്ക് കിളിപോയി. എന്താണെന്ന് വെച്ചാൽ ആ പ്രൊഫൈലിലുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ നായികയുടെ ഭർത്താവിൻ്റെതാണ്. അദ്ദേഹം പഠിച്ച സ്കൂൾ, പഠിച്ച സ്ഥലം, ഡേറ്റ് ഓഫ് ബർത്ത്, നാട് എന്ന് പറഞ്ഞ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഫോട്ടോയിൽ മാത്രം വേറൊരു വ്യക്തിയാണ് ഉള്ളത്. ആ വ്യക്തി ആരാണെന്ന് നായികയ്ക്ക് മനസ്സിലായി. കാരണം നായികയുടെ ഭർത്താവ് പറഞ്ഞിരുന്നില്ലേ ബെസ്റ്റ് ഫ്രണ്ട് രവി പഥക് എന്ന്, അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് അതിലുള്ളത്. ഭർത്താവ് പറഞ്ഞിരുന്നില്ലേ രവി പഥക് എന്നവൻ സൂയിസൈഡ് ചെയ്ത് മരിച്ചുപോയെന്ന്. പക്ഷേ പ്രസന്റിൽ ഈ രവി പഥക് എന്നവൻ സൂയിസൈഡ് ചെയ്ത് മരിച്ചു പോയിട്ടില്ല, ഇനിയും ജീവനോടെ തന്നെയാണ് ഇരിക്കുന്നത്. അവൻ ചെയ്ത കൊലപാതകത്തെ മറയ്ക്കാൻ വേണ്ടി ഇപ്പോൾ നായികയുടെ ഭർത്താവിന്റെ ഐഡന്റിറ്റി ഉപയോഗിച്ച് ഒരു ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നായികയുടെ ബെസ്റ്റ് ഫ്രണ്ടായ നന്ദിനി പറയുകയാണ്, ഒരുപക്ഷെ അവൻ അവന്റെ വൈഫിനെ കൊന്നിട്ട് നമ്മുടെ നായികയുടെ ഭർത്താവിന്റെ റൂമിലേക്ക് വന്നതിന്റെ കാരണം തന്നെ ഇദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം മോഷ്ടിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയായിരിക്കും. സോ അവൻ വിചാരിച്ച പോലെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മോഷ്ടിച്ച് കൊണ്ടുപോയി. അതിനുശേഷം നായികയുടെ ഭർത്താവും പോലീസ് കേസിൽപ്പെട്ട് കുറച്ച് നാൾക്ക് ശേഷം പുറത്തു വന്നു. അവൻ ചത്തുപോയെന്ന് നാട്ടുകാരെ വിശ്വസിപ്പിച്ചിട്ട് ആ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഉപയോഗിച്ച് നിന്റെ ഭർത്താവിന്റെ ഐഡന്റിറ്റിയിലാണ് അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാണ്. ഉടനടി ഈ കാര്യത്തിൽ നമ്മൾ നായിക തന്റെ ഭർത്താവിൻ്റെ അടുത്ത് പറയണം എന്ന് കരുതി വീട്ടിൽ പോയിട്ട് ഈ രവി പഥക് എന്നവൻ എവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. അവൻ മരിച്ചുപോയില്ലേ എന്ന് പറയുമ്പോൾ, ഇല്ല അവൻ മരിച്ചിട്ടില്ല, നിങ്ങളുടെ ഐഡന്റിറ്റി ഉപയോഗിച്ച് അവൻ ഒരിടത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത്രയും നല്ലൊരു ജോലിയിലാണ് ഇരിക്കുന്നത്, ഒരു ബാങ്കിൽ മാനേജറായി ഇരിക്കുകയാണ് എന്ന് പറയാണ്. എന്താ ഈ പറയുന്നതെന്ന് പറഞ്ഞ് നായികയുടെ ഭർത്താവും ഭയങ്കര ഷോക്കാവുന്നുണ്ട്. ഇപ്പോൾ നായികയുടെ ഭർത്താവും, അതെ ഒരു പക്ഷേ എൻ്റെ ഡോക്യുമെന്റ്സ് ഒക്കെ മോഷ്ടിക്കാൻ വേണ്ടിയായിരിക്കും അന്ന് അവൻ എന്നെ കാണാൻ വന്നത് എന്ന് പറഞ്ഞ് അവൻ കുറച്ച് മോശമായ ആളാണ്, കൊലപാതകമൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ കൊലപാതകം ചെയ്തിട്ട് ഇത്രയും നാൾ കൂളായി പുറത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവൻ്റെ അടുത്തേക്ക് പോകുന്നത് വളരെ അപകടകരമായ കാര്യമാണ്. അതുകൊണ്ട് ഇതിനെ ഇവിടെ വിട്ടേക്ക്, അവൻ്റെ കാര്യത്തിൽ നമ്മൾ ഇടപെടണ്ട, നമുക്ക് നമ്മുടെ പാട്ടിന് തന്നെ ജീവിക്കാം എന്ന് പറയാണ്. നമ്മൾ എന്താ ഏതാ എന്ന് ചോദിക്കാൻ പോയാൽ മാത്രമേ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം വരൂ എന്ന് നായികയുടെ ഭർത്താവ് പറയുന്നു. എന്നാലും നായികയ്ക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. കാരണം ഭർത്താവിന്റെ ഐഡന്റിറ്റിയിൽ വേറൊരുത്തൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. മേ ബി അവൻ നാളെ എന്തെങ്കിലും ക്രൈം ചെയ്താലും നായികയുടെ ഭർത്താവല്ലേ പെടുക. പക്ഷെ ഭർത്താവ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അവന്റെ ലൈനിൽ നിന്ന് അകന്നു നിൽക്കാം എന്ന് തന്നെയാണ് ഭർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിറ്റേന്ന് രാവിലെ ഓഫീസിൽ പോകുമ്പോൾ ഇതിനെപ്പറ്റി തന്നെയാണ് നായിക ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഇനിയും അതിനെ തന്നെയാണോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ രവി പഥക് എന്നവനെ പറ്റിയുള്ള കാര്യം എടുക്കണ്ട, മറന്നേക്ക് എന്ന് പറയുന്നു. നായിക വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനേ കഴിയുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ അവരുടെ തലയ്ക്കുള്ളിൽ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. രാത്രി ഉറങ്ങിയാൽ ഉറക്കമേ വരുന്നില്ല. രവി പഥക് എങ്ങനെയാണോ അവന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയത് അതേപോലെ നായികയും കൊലപ്പെടുത്താൻ വരും എന്ന സ്വപ്നമൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നായിക എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ തന്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. പറഞ്ഞിട്ട് ഒരു കൊലപാതകം ചെയ്തിട്ട് ഒരുത്തൻ പുറത്ത് ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതും എൻ്റെ ഭർത്താവിന്റെ ഐഡന്റിറ്റി ഉപയോഗിച്ച് അവൻ നല്ല ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയാണ്. എടി മോളെ, അവൻ തന്നെയാണ് 100% കൊലയാളി എന്ന് നിനക്കറിയുമെങ്കിൽ നീ എന്തിനാ മോളെ മിണ്ടാതിരിക്കുന്നത്? പോലീസിൽ പിടിച്ചു കൊടുക്ക് എന്ന് പറയാണ്. എന്നാൽ ഭർത്താവ് ഇതിൽ ആവശ്യമില്ലാതെ ഇൻവോൾവ്മെന്റ് ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അച്ഛാ എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ നായികയുടെ അച്ഛൻ പറയുന്നുണ്ട്, സപ്പോസ് നിന്റെ സ്ഥാനത്ത് നിന്റെ മകളായിരുന്നുവെങ്കിൽ അവൾക്ക് നീ എന്ത് ഉപദേശം കൊടുക്കും?
അത് നീ ആലോചിച്ച് നോക്ക് എന്ന് പറയാണ്. നായികയും ശരി എന്ന് കേട്ടിട്ട് അവിടെ നിന്ന് പോവാണ്. ഇപ്പോൾ നമ്മുടെ നായിക എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, നായികയുടെ ഭർത്താവിന്റെ ഐഡന്റിറ്റിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ രവി പഥക്കിനെ മീറ്റ് ചെയ്യാമെന്ന് കരുതി മുംബൈക്ക് പോകുന്നു. അതും തന്റെ ഭർത്താവ് അറിയാതെ തന്നെ. മുംബൈയിലുള്ള ഒരു ബാങ്കിൽ ഈ രവി പഥക് രാഹുൽ എന്ന പേരിൽ ബാങ്ക് മാനേജർ ആയിരിക്കുകയാണ് എന്ന വിവരം അറിയാൻ കഴിയുന്നു. അവിടെ നായിക വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വന്ന വേഗത്തിൽ തന്നെ ഉള്ളിപ്പോയി ആ ആളെ പിടിച്ച് പോലീസിൽ പിടിച്ചു കൊടുക്കാം എന്നൊരു ചിന്തയിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഉള്ളിപ്പോയ ഉടനെ അവൾ ആകെ എന്തോ പോലായി പോകുന്നുണ്ട്. അവന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ തന്നെ നായിക ഭയപ്പെടാൻ തുടങ്ങുന്നു. അതേമാതിരി എന്തൊക്കെയോ പൊലമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ബാങ്ക് മാനേജർ ഉടനടി അസിസ്റ്റന്റിനെ ഫോൺ വിളിച്ച്, ഒരാൾ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ അവരുടെ പ്രോബ്ലം എന്താണെന്ന് കംപ്ലീറ്റ് ആയി പരിശോധിച്ചിട്ട് എന്റെ റൂമിലേക്ക് വിട്ടുകൂടെ എന്ന് ഭയങ്കരമായ വഴക്കം പറയുന്നുണ്ട്. നായികയോടും നിങ്ങൾ പുറത്തേക്ക് പോ, എന്റെ അസിസ്റ്റന്റ് നിങ്ങൾക്ക് സഹായം ചെയ്യും എന്ന് പറയാണ്. നായികയും അതുപോലെ പേടിച്ചു പോയിരിക്കുകയാണ്. ഈ രവി പഥക് എന്ന പേര് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് എന്തെങ്കിലും അറിയാൻ സാധ്യത ഉണ്ടാകുമെന്ന് കരുതി അയാളുടെ പേര് രവി പഥക് കൊൽക്കത്ത ബ്രാഞ്ച് എന്ന് പറയാണ്. അങ്ങനെ ആരെയും എനിക്ക് അറിയില്ല എന്ന് ഈ ബാങ്ക് മാനേജർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ബേസിക്കലി നായികയുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ, അവൻ തന്നെയല്ലേ രവി പഥക്, അവൻ തന്നെയല്ലേ ഐഡന്റിറ്റി മാറിയിരിക്കുന്നത്, അവന്റെ പേര് പറയുമ്പോൾ തന്നെ അവൻ തീർച്ചയായിട്ടും സമനില തെറ്റും എന്ന് നായിക ആലോചിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നും അവിടെ നടന്നില്ല. ആ ബാങ്ക് മാനേജർ ആയിരിക്കുന്ന ആൾ വളരെ കാഷ്വൽ ആയിട്ട് ഈ കാര്യത്തെ ഹാൻഡിൽ ചെയ്യുന്നു. ഇപ്പോൾ ആ ബാങ്ക് മാനേജർ പുറത്തു വന്ന അസിസ്റ്റന്റിനോട് ആ ലേഡി എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, രവി പഥക് എന്നൊരാളെ അന്വേഷിച്ചിട്ടാണ് അവർ വന്നത്, അവർ കൊൽക്കത്ത ബ്രാഞ്ചിലുള്ളതായിട്ടാണ് ആ മാഡം പറഞ്ഞത് എന്ന് പറയാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ആരുമില്ല എന്നവർ പറയുന്നു. ഈ ബാങ്ക് മാനേജറും ഒരുമാതിരി ടെൻഷനിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ആ ബാങ്ക് മാനേജർ വീട്ടിൽ പോയ ഉടനെ അദ്ദേഹത്തിന്റെ ഭാര്യ സഞ്ജന, രവി പഥക് ആരാണെന്ന് അറിയാമോ എന്ന് പെട്ടെന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് ഒരുമാതിരി ഭയത്തോടെ പറയുന്നു. അപ്പോഴാണ് ആ ബാങ്ക് മാനേജറുടെ ഭാര്യ സഞ്ജന പറയുന്നത്, ഇന്ന് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് ഒരു ലേഡി വന്നു. ആ ലേഡിയുടെ പേര് നന്ദിനി എന്നാണ് പറഞ്ഞത്. നമ്മുടെ അപ്പാർട്ട്മെന്റിലാണ് അവർ താമസിക്കുന്നത്, പുതുതായി വന്നതാണ്. അതുമാത്രമല്ല, അടുത്ത വീട്ടിലിരിക്കുന്ന രവി പഥക് എന്നവൻ വളരെ ഡേഞ്ചറസ് ആയ ആളാണ്, അവന്റെ അടുത്ത് ചെന്ന് കുറച്ച് കെയർഫുൾ ആയിരിക്കെ എന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് പോയി. അതുമാത്രമല്ല, രവി പഥക്കിനെ പറ്റി നിങ്ങളുടെ ഭർത്താവിനോട് ചോദിച്ചാൽ അദ്ദേഹം വ്യക്തമായി പറയും. അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ എന്താ ഏതാന്ന് അന്വേഷിച്ചതേയില്ല, പെട്ടെന്ന് പോയി എന്ന് പറയാണ്. ഇതെന്താ ഈ പറയുന്നതെന്ന് ബാങ്ക് മാനേജർ ആലോചിക്കുകയാണ്. വളരെയധികം ഭയപ്പെടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നായിക ജോലി ആവശ്യത്തിനാണ് പുറത്തു പോയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നായികയുടെ മകളുടെ അടുത്തുനിന്ന് കോൾ വരുന്നുണ്ട്. എപ്പോ ഒരു അമ്മയെന്ന് ചോദിക്കുമ്പോൾ നാളെ വരും എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ഇപ്പോൾ നായികയുടെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയോ ഈ രവി പഥക് വളരെ ഡേഞ്ചറസ് ആയ ആളാണെന്ന് അവിടെ ഭാര്യയായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ജനയുടെ അടുത്ത് പറഞ്ഞു. സഞ്ജനെ സേഫ് ആക്കി. പക്ഷെ ഇത് മാത്രം മതിയോ? പോരാ എന്ന് നായിക ആലോചിക്കുകയാണ്. പിറ്റേന്ന് നായിക നാട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നില്ലേ, എന്നാൽ നായിക നാട്ടിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് നായികയുടെ ഭർത്താവ് നായികയോട് സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നു. എന്നാൽ കോള് പോകുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത്. ഇവൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ആലോചിച്ച് ഇദ്ദേഹം ഓഫീസിലേക്ക് പോവാണ്. ഓഫീസിൽ ചെന്ന ഉടനെ നായികയുടെ ഓഫീസിലേക്ക് ഫോൺ വിളിക്കുന്നുണ്ട്. വർക്ക് സംബന്ധമായവർ പുറത്തു പോയിരുന്നില്ലേ, ആക്ച്വലി ഇന്ന് വരാമെന്നാണ് പറഞ്ഞിരുന്നത്, എന്താ പറ്റിയത്, എന്തെങ്കിലും ഡിലേ ആയോ, അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്ന് ചോദിക്കുമ്പോൾ, എന്തേ പറയുന്നത്, അവരെന്തോ പേഴ്സണൽ റീസൺസിനായി ലീവ് ആണെന്ന് പറഞ്ഞാണ് പോയിരുന്നത് എന്നവർ പറയാണ്. അപ്പോൾ നായിക എന്തോ ഒന്ന് ചെയ്യുന്നുണ്ട് എന്ന കാര്യം നായികയുടെ ഭർത്താവിന് മനസ്സിലാവുന്നു. ഇപ്പോൾ ഈ ബാങ്ക് മാനേജറില്ലേ, പിറ്റേന്ന് പതിവ് പോലെ ഈ ബാങ്കിലേക്ക് പോവാണ്. ആ ബാങ്ക് CCTV ഫുട്ടേജിൽ ഇന്നലെ ഒരാൾ വന്നിട്ട് പോയില്ലേ, അവരുടെ ഫുട്ടേജ് വേണമെന്ന് ചോദിച്ച് നായികയുടെ ഫോട്ടോ തന്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തിട്ട്, ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ കണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ലേഡി ഈ ലേഡിയാണോ എന്ന് നോക്ക് എന്ന് ചോദിക്കുകയാണ്. അവർ കൺഫേം ചെയ്ത് പറയുന്നു അതെ എന്ന്. എന്നാൽ ബാങ്കിലേക്ക് വന്നപ്പോൾ അവർ ഘോഷ് എന്ന പേരാണ് പറഞ്ഞത്. പക്ഷെ സൂപ്പർ മാർക്കറ്റിൽ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നന്ദിനി എന്ന പേരാണ് പറഞ്ഞത്. ഇവരെന്തിനും ഇങ്ങനെ പേര് മാറ്റി മാറ്റി എൻ്റെ അടുത്ത് പറയണം? ഈ ബാങ്ക് മാനേജർ ഒരുമാതിരി ഭയപ്പെടുകയാണ്. ഇപ്പോൾ നായികയുടെ ഭർത്താവ് നേരെ നന്ദിനിയെ മീറ്റ് ചെയ്യാനായി പോവുകയാണ്. നായികയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലേ, അവൾ തീർച്ചയായിട്ടും നിന്റെ അടുത്ത് പറയാതെ പോവില്ല. അവൾ എവിടെയാണ്, എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് നായികയുടെ ഫ്രണ്ട് എല്ലാ കാര്യവും പറയുന്നു. ഈ രവി പഥക് കാര്യത്തിൽ ഇൻവോൾവ് ആകാനേ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞിട്ടും കേൾക്കാതെ അവൾ അവിടേക്കാണോ പോയിരിക്കുന്നത് എന്ന് നമ്മുടെ നായികയുടെ ഭർത്താവ് ഇത് കേട്ട് ഷോക്കാവാണ്. ഇപ്പോൾ നമ്മുടെ നായിക എവിടെ പോയിട്ടുണ്ടാവും എന്ന് വെച്ചാൽ, ആ രവി പഥകിന്റെ അമ്മയായ യശോദ പഥകിനെ മീറ്റ് ചെയ്ത്, നിങ്ങൾക്കൊന്നറിയാമോ, നിങ്ങളുടെ മകൻ രവി പഥക് ഇനിയും മരിച്ചിട്ടില്ല, എൻ്റെ ഭർത്താവിൻ്റെ ഐഡന്റിറ്റി ഉപയോഗിച്ച് നിങ്ങളുടെ മകൻ ജീവിച്ചിരിക്കുകയാണ് എന്ന് പറയാണ്. എല്ലാം എനിക്കറിയാം എന്നവർ പറയുന്നു. അറിഞ്ഞിട്ടും നിങ്ങൾ മിണ്ടാതിരിക്കുകയാണോ? അതെങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ ഐഡന്റിറ്റി നിങ്ങളുടെ മകൻ ഉപയോഗിക്കും? അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ബാധിക്കുമെന്ന് കുറച്ചു പോലും നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദ്യത്തിന് മേലെ ചോദ്യം ചോദിക്കുകയാണ്. എല്ലാം എനിക്ക് അറിയാം മോളെ, നിന്റെ ഭർത്താവ് വളരെ നല്ലവനാണ് എന്ന് പറഞ്ഞ് ഈ രവി പഥകിന്റെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിട്ട് വേറൊരാളുടെ ഐഡന്റിറ്റി ഉപയോഗിച്ച് നിങ്ങളുടെ മകൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ അച്ഛനെ കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ മഞ്ജരിയുടെ കുടുംബം എവിടെയാണുള്ളതെന്ന് നായിക ട്രേസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മഞ്ജരിയുടെ അച്ഛൻ മാത്രം ഒരിടത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അറിയാൻ കഴിയുന്നു.
ആ പെൺകുട്ടിയുടെ കുടുംബത്തെ പറ്റി ആലോചിച്ച് നോക്കിയോ? രണ്ടാമത്, ഇപ്പോൾ എന്റെ ഭർത്താവിന്റെ ഐഡന്റിറ്റി ഉപയോഗിച്ച് ഇവൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ വേറൊരു പ്രശ്നത്തിലേക്ക് തള്ളിയിടാൻ പോവുകയാണോ എന്ന് പറഞ്ഞ് അപ്പൊ യശോദ പറയുന്നു, ആക്ച്വലി രവി പതക് വന്ന് നിന്റെ ഭർത്താവിന്റെ ഐഡന്റിറ്റി മോഷ്ടിച്ചതല്ല, സുഹൃത്ത് എന്ന അവകാശത്തിൽ ഇങ്ങനെ എടുത്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാണ്. നിങ്ങൾ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. പോലീസ് വരുമ്പോൾ നിങ്ങൾ മറുപടി പറഞ്ഞേ തീരൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവൾ പോവാണ്. ഇപ്പോൾ ഈ യശോദ എന്നവർ ഉടനടി നമ്മുടെ നായികയുടെ ഭർത്താവിന് ഫോൺ വിളിച്ച്, നിന്റെ ഭാര്യ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി പോയി, തീർച്ചയായിട്ടും അവൾ പോലീസിൽ പരാതി കൊടുക്കും, നീ തടുത്തു നിർത്ത് എന്ന് പറയാണ്. ഇപ്പോൾ നമ്മുടെ നായികയുടെ ഭർത്താവ് നായികയ്ക്ക് ഫോൺ വിളിച്ചിട്ട്, അവൻ നമ്മുടെ ഐഡന്റിറ്റി ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നമില്ലല്ലോ എന്ന് പറയാണ്. നിനക്ക് യാതൊരു പ്രശ്നവുമില്ല, പക്ഷെ എനിക്ക് പ്രശ്നമുണ്ട്, ഇതൊന്നും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് നായിക പറയുന്നു. നായികയുടെ ഭർത്താവ് പറയുന്നു, എല്ലാം നിർത്തിയിട്ട് നീ മര്യാദയ്ക്ക് നാട്ടിലേക്ക് വാ, നിനക്കായി ഞാനും മകളും കാത്തിരിക്കുകയാണ് എന്ന് പറയാണ്. നായികയും ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അവിടെ കട്ട് ചെയ്താൽ ഈ ബാങ്ക് മാനേജർ വീട്ടിൽ പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ സഞ്ജന ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ രവി പതക് എന്ന് ചോദിക്കുകയാണ്. ഈ ബാങ്ക് മാനേജർ പറയുന്നു, അതൊരു 17 വർഷത്തിന് മുൻപ് നടന്ന സംഭവമാണ്. തന്റെ ഭാര്യയോട് ഈ ബാങ്ക് മാനേജർ എല്ലാ കാര്യവും പറഞ്ഞോ, എന്ത് നടന്നു എന്ന ഡീറ്റെയിൽസ് ഇപ്പോഴത്തേക്ക് നമുക്കറിയില്ല. അവിടെ കട്ട് ചെയ്താൽ നമ്മുടെ നായികയില്ലേ നേരെ ഈ മഞ്ജരി എന്ന ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ മഞ്ജരിയുടെ അച്ഛൻ മാത്രമാണുള്ളത്. ഈ മഞ്ജരിയുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ടാണ് ആ മഞ്ജരിയുടെ അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, മഞ്ജരി മരിച്ചതിന് ശേഷം ആ മനോവിഷമം താങ്ങാൻ കഴിയാതെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയെന്ന്. സോ ഞാനിപ്പോൾ ഈ ഒറ്റയ്ക്ക് ഈ വീട്ടിൽ ഇരിക്കുകയാണ് എന്ന് പറയുന്നു. മഞ്ജരിയെ കല്യാണം കഴിച്ചു കൊടുത്തതിന് ശേഷം അവർ രണ്ടുപേരും സന്തോഷമായി ജീവിക്കുകയാണ് എന്ന് തന്നെയാണ് ഇവർ വിചാരിച്ചുകൊണ്ടിരുന്നത്. മഞ്ജരി മരിച്ചു പോയതിനു ശേഷമാണ് അയൽപ്പക്കത്ത് അന്വേഷിക്കുമ്പോൾ എപ്പോൾ നോക്കിയാലും അവർ വഴക്കിട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നറിയാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, നാളുകൾ കഴിയുന്തോറും ആ രവി പതക് വളരെ വയലന്റായി പെരുമാറിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം അവൻ കൊലപ്പെടുത്തിയെന്ന വിവരം കേട്ട് ഇവർ വളരെയധികം തകർന്നുപോയി. ഈ മഞ്ജരി ഇവർക്ക് ജനിച്ച മകളെ അല്ല, ഇവർക്ക് കുട്ടികളില്ല എന്ന് പറഞ്ഞ് ദത്തെടുത്ത് ആ പെൺകുട്ടിയെ വളർത്തിയതാണ്. ഇതെല്ലാം കേട്ട് മനം നൊന്തുപോയ നമ്മുടെ നായിക ആ സ്ഥലം വിട്ട് പോകാമെന്ന് കരുതി പോകുമ്പോഴേ ഈ മഞ്ജരിയുടെ അച്ഛൻ പറയുന്നുണ്ട്, നീ മഞ്ജരിയുടെ ഫ്രണ്ട് അല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, കാരണം മഞ്ജരിയുടെ ഫ്രണ്ട്സ് എല്ലാവരെയും ഞാൻ കണ്ടിട്ടുണ്ട്, നിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അത് മാത്രമല്ല, രാവിലെ ഞാൻ വീടിനുള്ളിൽ പോകുമ്പോൾ നീ ആ കോമ്പൗണ്ടിന്റെ അടുത്ത് വന്ന് നിന്ന് എത്തി നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. നീ ഏതോ ഒരു കാര്യത്തിനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, എന്ത് റീസൺ ആണെന്ന് ഓപ്പണായി പറഞ്ഞോളൂ എന്ന് പറയാണ്. പെട്ടെന്ന് നമ്മുടെ നായിക അവളുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട്, ആക്ച്വലി നിങ്ങളുടെ മകളെ കൊലപ്പെടുത്തിയ ഈ രവി പതക് ഇനിയും മരിച്ചിട്ടില്ല, എന്റെ ഭർത്താവിന്റെ ഐഡന്റിറ്റി ഉപയോഗിച്ച് വേറൊരു സ്ഥലത്ത് നല്ലൊരു ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ അവൻ കാണാൻ ഇങ്ങനെയാണുള്ളത് എന്ന് പറഞ്ഞ് ഫോട്ടോ കാണിക്കുകയാണ്. അത് കണ്ട മഞ്ജരിയുടെ അച്ഛൻ, ഇത് രവി പതക് അല്ല മോളെ എന്ന് പറയാണ്. എന്തേ പറയുന്നേ എന്ന് നായിക ചോദിക്കുകയാണ്. ഇരിക്കും മോളെ, ഞാൻ വരാമെന്ന് പറഞ്ഞ് ഈ രവി പതക്കിനും മഞ്ജരിക്കും കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ കല്യാണ ഫോട്ടോ എടുത്തു വന്നിട്ട് ഇവനാണ് രവി പതക് എന്ന് പറയാണ്. നായികയ്ക്ക് ആകെ കിളിപോയി. ആക്ച്വലി നായികയുടെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാഹുലില്ലേ, അദ്ദേഹമാണ് യഥാർത്ഥ രവി പതക്. അദ്ദേഹമാണ് രാഹുൽ എന്നൊരു വ്യക്തിയുടെ ഐഡന്റിറ്റി ഉപയോഗിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ സത്യത്തിൽ ബാങ്ക് മാനേജറായി ഇരിക്കുന്നില്ലേ, അത് അദ്ദേഹത്തിന്റെ ഒറിജിനൽ ഐഡന്റിറ്റിയാണ്. അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നമ്മുടെ നായികയുടെ ഭർത്താവ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നായികയുടെ ഭർത്താവാണ് ആ രവി പതക് എന്ന സത്യം നായികയ്ക്ക് മനസ്സിലാവുന്നു. ഇത്രയും നാൾ അയാൾ പോയി കണ്ടുകൊണ്ടിരുന്നത് അയാളുടെ യഥാർത്ഥ അമ്മ യശോദ തന്നെയാണ്. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മുടെ നായിക നാട്ടിലേക്ക് വരികയാണ്. വളരെ കാഷ്വലായി തന്നെയാണ് ഇരിക്കുന്നത്. വീട്ടിൽ തന്നെ മകളെ കൂട്ടിക്കൊണ്ടുപോയിട്ട്, നിന്റെ അച്ഛൻ നല്ലവനൊന്നും അല്ല, ഇതുപോലെ മോശമായിട്ടുള്ള ആളാണെന്ന് പറഞ്ഞ് എല്ലാ സത്യവും പറയുന്നു. ഇപ്പോൾ തന്റെ ഭർത്താവിന്റെ അടുത്ത് വന്നിട്ട്, ആക്ച്വലി ഞാൻ മുംബൈയിൽ പോയി നോക്കി, നിന്റെ ഐഡന്റിറ്റി ഉപയോഗിച്ച് വേറൊരിടത്തും ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. പക്ഷെ സത്യത്തിൽ അവൻ അവന്റെ ഐഡന്റിറ്റിയിൽ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, നീയാണ് അവന്റെ ഐഡന്റിറ്റിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ എന്ന് ചോദിക്കാണ്. നായികയുടെ ഭർത്താവിന് ഇതിനപ്പുറം ഒരു സത്യവും മറച്ചു വെക്കാൻ കഴിയുന്നില്ല. ഇദ്ദേഹമാണ് യഥാർത്ഥ രവി പതക്. ഇദ്ദേഹം മഞ്ജരിയെ വിവാഹം കഴിച്ച് ജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ജീവിതം ഒട്ടും സെറ്റായില്ല. എപ്പോൾ നോക്കിയാലും വഴക്ക്. അതുകൊണ്ട് ജീവിതം ഇദ്ദേഹത്തിന് വെറുത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിലാണ് ഗീതാഞ്ജലി എന്നൊരു പെൺകുട്ടിയെ മീറ്റ് ചെയ്യുന്നത്. മിണ്ടാതെ അവളെ ഡിവോഴ്സ് ചെയ്തിട്ട് അവളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും സംസാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹവും ഇനി മുതൽ എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മഞ്ജരിയുടെ അടുത്ത് ഡിവോഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മഞ്ജരി ഡിവോഴ്സ് തരില്ലെന്ന് പറഞ്ഞു. തുടർന്ന് ഇവർക്കിടയിൽ പ്രശ്നം വന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹം തീരുമാനിച്ചു, ഇവൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ജീവിതം നശിപ്പിക്കും, ഇവളിൽ നിന്ന് പുറത്തു പോയാൽ മാത്രമേ നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവൂ എന്ന് പറഞ്ഞ് തന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയിട്ട് പോലീസിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് ഓടി വരികയായിരുന്നു. വന്ന ഇദ്ദേഹം ഗീതാഞ്ജലിയെ ഫോൺ വിളിച്ച്, അവളെ ഡിവോഴ്സ് ചെയ്തിട്ട് നമ്മൾ രണ്ടുപേരും കല്യാണം കഴിക്കാം എന്ന പ്ലാനിലായിരുന്നില്ലേ, അവളെ ഡിവോഴ്സ് തരില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവളെ തട്ടിക്കളഞ്ഞു. ഇനി ഒരു പ്രശ്നവുമില്ല, നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗീതാഞ്ജലി പേടിച്ചിട്ട്, എന്ത് കൊലപ്പെടുത്തിയോ, എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ തന്നെ പോലീസിന്റെ അടുത്ത് പിടിച്ചു കൊടുക്കാൻ പോവുകയാണ് എന്ന് ഇൻഫർമേഷൻ ഷെയർ ചെയ്തു. അതിനുശേഷമാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടു ഓടി ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഫ്രണ്ട് രാഹുലിന്റെ റൂമിലേക്ക് പോയിട്ട് അദ്ദേഹത്തിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം മോഷ്ടിച്ച് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയിൽ വേറൊരു നാട്ടിലേക്ക് വന്നു.
അങ്ങനെ വേറെ നാട്ടിൽ വന്ന് ഒരു കമ്പനിയിൽ ജോലി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നായികയ്ക്ക് ഇദ്ദേഹത്തെ വളരെ ഇഷ്ടപ്പെട്ട് ഇവർ രണ്ടുപേരും റിലേഷൻഷിപ്പിലേക്ക് പോയത്. അതിനുശേഷം വിവാഹം കഴിഞ്ഞ് വിവാഹ ജീവിതം ജീവിച്ചുകൊണ്ടിരുന്നത്. നീ എൻ്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷമാണ് ലൈഫേ മാറിയത് എന്ന് പറയാണ്. അതിന് നായിക ഷർട്ടിൽ പിടിച്ച് ചോദിക്കുന്നുണ്ട്, നീ വേറൊരുത്തൻ്റെ ഐഡന്റിറ്റി എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ സത്യം മറഞ്ഞു പോകും എന്നതിനർത്ഥമില്ല. ഈ കാര്യം നീ പുറത്തു പറഞ്ഞ് ദയവ് ചെയ്ത് നമ്മുടെ ജീവിതം നശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം കെഞ്ചാൻ തുടങ്ങുകയാണ്. നമ്മുടെ നായിക സൈലന്റായി അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം തൻ്റെ അമ്മയും അച്ഛനെയും മീറ്റ് ചെയ്ത് ഈ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണ്. നായികയുടെ അച്ഛൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, അവൻ അവൻ്റെ പാസ്റ്റിൽ നടന്ന കാര്യത്തെ മറച്ചിട്ട് പ്രസന്റിൽ നല്ലവനായി ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നല്ലവനായി തന്നെയാണ് ജീവിച്ചിരിക്കുന്നത്. നിന്നെയും നന്നായി തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവനോട് ക്ഷമിക്കാം എന്ന് അച്ഛൻ പറയാണ്. എന്നാൽ നായിക എന്താണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ, സപ്പോസ് നിങ്ങൾ മഞ്ജരിയുടെ അച്ഛനായിരുന്നെങ്കിൽ ക്ഷമിക്കോ എന്ന് ചോദിക്കാണ്. പെട്ടെന്ന് നായികയുടെ അമ്മ പറയുന്നുണ്ട്, നീ മഞ്ജരിയും അല്ല, നിന്റെ അച്ഛൻ മഞ്ജരിയുടെ അച്ഛനും അല്ല എന്ന് പറയുമ്പോൾ നീ എന്തിനാ അതിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നത്? ഇപ്പൊ പ്രസന്റിൽ ജീവിക്കുന്ന ജീവിതം മാത്രം നോക്കിക്കൂടെ എന്ന് പറയാണ്. നായികയ്ക്കാണെങ്കിൽ അത് അംഗീകരിക്കാനേ പറ്റുന്നില്ല. മനസ്സിനുള്ളിൽ പലതരത്തിലുള്ള ആലോചനകൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നായിക മഞ്ജരിയുടെ അച്ഛന് ഫോൺ വിളിച്ച ഉടനെ മഞ്ജരിയുടെ അച്ഛൻ പറയുന്നുണ്ട്, നിന്റെ കോളിനായാണ് മോളെ ഞാൻ കാത്തിരുന്നത്. ആ രവി പതക്ക് അവൻ എവിടെയുണ്ടെന്ന് പറ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഇവൻ പോയി എന്തിനാ അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് ചത്ത് അദ്ദേഹത്തിന്റെ ജീവിതവും നശിക്കണം എന്ന് കരുതി നമ്മുടെ നായിക പോലീസിന് ഫോൺ ചെയ്യാണ്. പോലീസ് വീട്ടിൽ തന്നെ വന്ന് നായികയുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നു. പോകുന്നതിന് മുമ്പ് എനിക്ക് നല്ലൊരു ജീവിതം ഒരുക്കി തന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ ന്യൂസിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഏകദേശം 15 വർഷത്തിന് മുൻപ് നടന്ന മർഡർ കേസ് ഇപ്പോൾ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നുവെന്ന്. ആ മർഡർ ചെയ്ത രവി പതക് ഐഡന്റിറ്റി മാറ്റി രാഹുൽ എന്ന പേരിൽ ഇവിടെ ഒരു കുടുംബത്തോടൊപ്പം ജീവിച്ചു വരികയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ അവരുടെ ബുദ്ധി സാമർഥ്യം കൊണ്ട് ഇദ്ദേഹമാണ് ആ മർഡർ ചെയ്തിരിക്കുന്നതെന്ന് കണ്ടുപിടിച്ച് പോലീസിന് പറഞ്ഞു കൊടുത്തു എന്ന് ന്യൂസിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതോടെ ഈ സിനിമയോട് അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.